ഫിനാൻഷ്യൽ ഇയർ 24-25 GSTR9 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതാണ് GSTR9. GSTR9ൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. ഇതാണ് ആദ്യത്തെ ചേഞ്ച്. ഇവിടെ ടേബിൾ 12 ഓഫ് GSTR1 or 1A HSN ഡീറ്റെയിൽസ് നമുക്ക് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. ഓൾറെഡി GSTR9 PDF ആക്കിയിട്ട്, അതുപോലെ തന്നെ GSTR3B PDF, അതുപോലെ GSTR1 1A IFF സമ്മറി PDF, അതുപോലെ 8A ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. പുതിയ ഒരു ഫെസിലിറ്റി ഇതാണ്, ഡൗൺലോഡ് ടേബിൾ 12 ഓഫ് GSTR1 or GSTR1A HSN ഡീറ്റെയിൽസ്. നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഫയല് അവൈലബിൾ ആയിരിക്കും. പിന്നെ വരുന്ന ഒരു കാര്യം ഇതാണ്, ടേബിൾ നമ്പർ 6 ഡീറ്റെയിൽസ് ഓഫ് ITC അവൈൽഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇവിടെ ടേബിൾ 6A2 നെറ്റ് ITC ഫോർ ഫിനാൻഷ്യൽ ഇയർ. ഇതാണ് നമ്മുടെ ടേബിൾ 8ൽ വരുന്നത്. ടേബിൾ 8ൽ ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ടേബിൾ ഫോം GSTR3Bയിൽ വന്നിട്ടുള്ള ഈ വാല്യൂസ്, അത് 3Bയിൽ നിന്ന് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് ടേബിൾ 6Aയിൽ വന്നിട്ടുള്ള ഈ വാല്യൂസ് ടേബിൾ 8ലും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ള പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ITC ഈ വർഷത്തിൽ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ടേബിൾ 8ൽ വന്നിരുന്നു. ഇപ്പോൾ പുതിയൊരു ടേബിൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ 6A1 ITC ഓഫ് എനി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ അവൈൽഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ 6A above അതർ ദാൻ റീക്ലെയിം. പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ITC കറണ്ട് ഇയറിൽ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാം. നെറ്റ് ITC ഇവിടെ താഴെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടേബിൾ 8ലും ഈ നെറ്റ് ITC വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ITC ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നൊരു കാര്യം, ടേബിൾ 7 ആണ്. ടേബിൾ 7ൽ റിവേഴ്സലിനെ പറ്റിയാണ് പറയുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സൽ ആൻഡ് ഇനെലിജിബിൾ ITC ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ഇതിലും അതുപോലെ തന്നെ A1 ആസ് പെർ റൂൾ 37, A1 റൂൾ 38, A2 ഇതൊക്കെ പുതിയ കോളംസാണ്. ഇത് പ്രകാരം ITC റിവേഴ്സിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാവുന്നതാണ്. പിന്നെ വരുന്ന കാര്യമാണ് ഇവിടെ ടേബിൾ നമ്പർ 17 HSN സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ. അതിൻ്റെ എക്സൽ ഫയലാണ് ഇവിടെ ഡൗൺലോഡ് ടേബിൾ 12 ഓഫ് GSTR1 1A HSN ഡീറ്റെയിൽസ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ടേബിൾ 17 കഴിഞ്ഞ വർഷത്തെ പോലെ ടേബിൾ 17 മാൻഡേറ്ററി ആണ്. ടേബിൾ 18 HSN സമ്മറി ഓഫ് ഇൻവേർട്ട് സപ്ലൈസ് അത് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ ടേബിൾ നമ്പർ 15, ടേബിൾ നമ്പർ 16 ഇത് രണ്ടും ഇപ്പോഴും ഓപ്ഷനിലാണ്. HSN ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ
HSN ലെവൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസും വരുന്നതാണ്. HSN ലെവൽ ഡീറ്റെയിൽസിൽ HSN SAC കോഡ്, ഡിസ്ക്രിപ്ഷൻ പ്രോഡക്റ്റ് നെയിം ആസ് ഇൻ മൈ മാസ്റ്റർ, ഡിസ്ക്രിപ്ഷൻ ആസ് പെർ HSN കോഡ്, UQC ടോട്ടൽ ക്വാണ്ടിറ്റി, ടാക്സബിൾ വാല്യൂ, റേറ്റ്, IGST, CGST, SGST, സെസ്, റിട്ടേൺ പീരീഡ് ഇതൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസിൽ HSN കോഡ് അല്ലെങ്കിൽ SAC, UQC ടോട്ടൽ ക്വാണ്ടിറ്റി, ടാക്സബിൾ വാല്യൂ, റേറ്റ്, IGST, CGST, SGST, സെസ് ഇതെല്ലാം വരുന്നതാണ്. ഗുഡ്സിന് HSN കോഡും UQCയും ടാക്സ് റേറ്റുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സർവീസിന് HSN കോഡും ടാക്സ് റേറ്റുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ എക്സൽ ഫയൽ നമുക്ക് കിട്ടുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് ടേബിൾ 17 GSTR 9 ടേബിൾ 17 അതിൽ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്.